പ്രിയമുള്ള സുഡാപ്പികളെ, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ജാമിദ ടീച്ചറിന് മൂലത്തിൽ ക്യാൻസറാണ്. അല്ലാട്ടോ, അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചു അല്ലാട്ടോ. കാരണം നമ്മുടെ അപ്പി ബൈജു ഉണ്ടല്ലോ, കേരളത്തിലെ അപ്പികളുടെ കണക്കെടുക്കുന്ന അപ്പി ബൈജു, അവനാണല്ലോ അവിടെ മറ്റേ എല്ലാം നോക്കുന്നത്. അപ്പോൾ അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ചാനലിൽ. അവൻ്റെ ഒരു ഓൺലൈൻ ചാനലുണ്ടല്ലോ, അതിൽ അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാമിദ ടീച്ചറിൻ്റെ അക്കൗണ്ട് നമ്പറെല്ലാം വെച്ചുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു സാധാരണ ഇവൻ അപ്പിൻ്റെ കണക്കെടുക്കുന്നവനാണല്ലോ, അപ്പോൾ ആ വഴി കൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുന്നവനാണല്ലോ, ആ മൂലം വഴിയൊക്കെ ഒന്ന് സഞ്ചരിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു ജാമിദക്ക് മൂലത്തിൽ ക്യാൻസറാണെന്ന്. അല്ല സുഡാപ്പികളെ, അല്ല, അങ്ങനെ ഒന്നുമില്ല. ജാമിദ ഇപ്പോൾ വളരെ സാമ്പത്തികപരമായിട്ട് കഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ പല ചാനലുകളും അവളെ വിളിക്കുന്നില്ല. കാരണം അവൾക്ക് അഴകില്ല, അത്രേ അഴകില്ല. അതുകൊണ്ട് എല്ലാവരും റിജക്റ്റ് ചെയ്തു. ഇനി എന്താണ് മാർഗം? അങ്ങനെ ജാമിദ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ തോന്നിയാണ്. കാരണം ഒരു ചാനലും വെച്ച് സ്വന്തം അപ്പികൾ അളക്കുന്ന അപ്പി ബൈജു ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം എന്ന് ജാമിദ ചിന്തിച്ചു പോയത് തെറ്റാണോ സുഡാപ്പികളെ? അങ്ങനെ ജാമിദയുടെ ഒരു സൂത്രം, ആ വീഡിയോ നമുക്കൊന്ന് കാണോ? പ്രിയപ്പെട്ടവരെ, വളരെ നിർണായക ഘട്ടത്തിലാണ് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. കൊടുത്തിട്ടുണ്ട് ജാമിദ BVK, ഇന്ത്യൻ ബാങ്ക് കൊയിലാണ്ടി ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ IFSC, പിന്നെ ഗൂഗിൾ പേയും ഇത്തരത്തിലാണ് ടീച്ചർ കൊടുത്തിട്ടുള്ളത്. ടീച്ചർ കൊടുത്ത ആ ഡീറ്റെയിൽസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. നോക്കൂ, നമ്മൾക്കറിയാം, നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ ബന്ധത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമുക്ക് കണ്ടില്ലേ? നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? ജാമിദയുടെ അക്കൗണ്ട് നമ്പർ കണ്ടപ്പോൾ, ജാമിദയുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ബ്രാഞ്ചും എല്ലാം ഈ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ? അല്ലേ, മൂലത്തിൽ ക്യാൻസർ ആണോന്ന്? അതുപോലെ തന്നെ ഞാനും തെറ്റിദ്ധരിച്ചു പോയി, ജാമിദക്ക് ആണെന്ന്. അല്ല. എൻ്റെ പ്രിയ സുഡാപ്പികളെ, ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ജാമിദ ടീച്ചർക്ക് ഒന്നുമില്ല. ജാമിദ ടീച്ചർക്ക് ഇപ്പോൾ അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. സുഡാപ്പികളെ, നിങ്ങളുടെ 1 രൂപ പോലും ജാമിദക്ക് ആവശ്യമില്ല. കേരളത്തിലെ മുസ്ലിം വിരോധികളെല്ലാം ജാമിദയോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ജാമിദയെ ഇപ്പോൾ ക്ഷണിക്കാത്തത്? നിങ്ങൾ പ്ലീസ്, എൻ്റെ ഒരു അപേക്ഷയാണ്, നിങ്ങൾ ജാമിദയെ ക്ഷണിക്കണം. എന്നിട്ട് ജാമിദക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. പ്ലീസ്. ജാമിദ ഇത്രയൊക്കെ സുഡാപ്പികൾക്കിട്ട് താങ്ങുന്നതല്ലേ, അതിനൊരു പരിഗണന പോലും നിങ്ങൾ കൊടുത്തൂടെ? പ്ലീസ്.